ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് എളുപ്പത്തിലൊരു മുട്ട പപ്സ് ഉണ്ടാക്കി നോക്കിയാലോ. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട സംഭവമാണല്ലോ മുട്ട പപ്സ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതാണ് ഈ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ കാര്യവും ഭയങ്കര എളുപ്പമായിരിക്കും. പഫ് പേസ്ട്രി സ്ക്വയർ എന്ന് പറയും. ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര എളുപ്പത്തിലായിട്ട് എഗ് പഫ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് 10 പീസാണ് വരുന്നത്. ഇതിന് 9 റിയാലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു 2 അത്യാവശ്യം വലിയ സൈസിലുള്ള ഉള്ളി എടുത്തിട്ടുണ്ട്, അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു 6 എണ്ണം ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, അതിലേക്ക് നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കുക, കുറച്ച് ഉപ്പ് ഇടുക. നമ്മൾ ഉള്ളി അരിയുമ്പോൾ വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ കുറച്ച് പെട്ടെന്ന് നമുക്ക് വാടി കിട്ടുമല്ലോ. അപ്പോൾ നൈസായിട്ട് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റോ അല്ലെങ്കിൽ ചതച്ചെടുത്തത് വേണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കൊത്തിപ്പൊടിച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ, വെളുത്തുള്ളി ഇഞ്ചിയും. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് വേണം കേട്ടോ. അപ്പോൾ ഞാൻ 2 പച്ചമുളക് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് കറിവേപ്പില വേണം. അപ്പോൾ കറിവേപ്പില നമ്മൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുകയല്ല, ജസ്റ്റ് ഒന്ന് പകുതിയായിട്ടൊന്ന് പിച്ച് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളി ഞാൻ അങ്ങനെ അധികം ഒന്ന് വാട്ടിയെടുക്കുന്നില്ല, കാരണം അത്യാവശ്യം ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതിയാവും കേട്ടോ. ഉള്ളി ഒരുപാട് വാടി ഇതാവേണ്ട ആവശ്യമൊന്നുമില്ല. അതിനുശേഷം നമ്മൾ ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്, കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ കുറച്ചും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, കാരണം എനിക്ക് കളർ കുറവാണെന്ന് തോന്നി. അതുകൊണ്ട് കുറച്ച് എരിവും കുറവായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ കുറച്ച് നമ്മുടെ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് ഇപ്പോൾ നമ്മൾ മുട്ട പപ്സ് ആണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ചിക്കൻ പപ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് ചിക്കൻ ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരു 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ഡ്രൈ ആക്കിയിട്ടും ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ ഉള്ളിയുടെ മസാല. പിന്നെ നമ്മുടെ പുഴുങ്ങിയ മുട്ട നമ്മൾ പകുതി ആക്കിയിട്ട് കട്ട് ചെയ്തും കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊന്നും കൂടി ആവശ്യമുണ്ട് കേട്ടോ. ഒരു മുട്ട നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്ത് വെക്കുകയും ചെയ്യണം. ഇതിന് 4 വശം ഒട്ടിക്കുകയും ചെയ്യണം. അതുപോലെ എൻ്റെ മുകളിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് ഒരു കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത് ബാക്കിയോട് ചെയ്യണം. അപ്പോൾ ഇനി നമുക്കതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ പേസ്ട്രി അതിൻ്റെ തണുപ്പൊക്കെ മാറിയിട്ട് എടുക്കണം. എന്നിട്ട് നമുക്കതിലേക്ക് നമ്മുടെ മസാല ചേർത്ത് കൊടുക്കാം. മസാലയുടെ മുകളിൽ മുട്ട വെച്ചിട്ട് നമ്മൾ ഇതിന് 4 സൈഡിലും കുറച്ച് നമ്മുടെ ഇപ്പോൾ ചെയ്ത മുട്ടയുടെ ആ ഒരു ബീറ്റ് വെച്ചിരിക്കുന്ന മുട്ട എടുത്ത് 4 സൈഡിലേക്ക് ഒന്ന് ചേർത്ത് വെച്ചിട്ട് നമ്മുടെ 2 ഓപ്പോസിറ്റ്സ് കോണുകൾ തമ്മിൽ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ 4 സൈഡും ഇതുപോലെ ഒരുമിച്ച് ചേർത്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കുറച്ച് ഇങ്ങനെ പുറത്ത് കാണുന്നതും കൂടി ഞാനൊന്ന് അമ്മയ്ക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒട്ടിച്ചത് ശരിയായെന്ന് എനിക്കറിയില്ല, കാരണം ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് തന്നെ മുട്ട പപ്സിൻ്റെ മുട്ടലങ്ങനെ വെളിയിൽ ചാടിയായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ എല്ലാത്തിനും അങ്ങനെ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. പണ്ട് ഞാനാണെന്നുണ്ടെങ്കിൽ മുട്ട പപ്സ് ഈ പേസ്റ്റൊന്നും ഇല്ലാതെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മളിതുപോലെ മൈദ മാവിനകത്ത് ഈസ്റ്റൊക്കെ ചേർത്തിട്ട് മാവ് കുഴച്ചിട്ട് ഞാനും എൻ്റെ വാപ്പച്ചായും കൂടെ ആയിരുന്നു ഉണ്ടാക്കിയത്. വാപ്പച്ച തന്നെ ഹെൽപ്പിനുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ഒത്തിരി നേരം നമ്മളിങ്ങനെ ഇതിൻ്റെ മാവ് ഇതുപോലെ മൈദപ്പൊടിയിലിട്ട് പരത്തി നൂത്തെടുത്തിട്ട് ഇതുപോലെ 4 ലെയറൊക്കെ ആക്കിയിട്ടാണ് നമ്മൾ അന്ന് ഈ പേസ്റ്റ് ഉണ്ടാക്കിയെടുത്തത്, ഡോ ഉണ്ടാക്കിയെടുത്തത്. എന്ന് വെച്ചാൽ നല്ല മെനക്കെട്ട് പണി തന്നെയായിരുന്നു ഈ ഡോ ഉണ്ടാക്കുന്നത്. ഇപ്പം നമുക്ക് ഈ ഒരു സാധനം ഉണ്ടായതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മളത് എയർ ഫ്രൈയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാം നന്നായിട്ട് മൂടി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഉണ്ടാക്കി ആ ഒരു മൂടി വെച്ചത് ശരിയായിട്ടെല്ലാം തോന്നുന്നു. കാരണം ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് തണുപ്പ് ഈ പേസ്റ്റോടെ തണുപ്പ് മാറിയിട്ട് അതിങ്ങനെ പരസ്പരം ഒട്ടിപ്പിടിക്കാനൊക്കെ തുടങ്ങി. എന്തായാലും ഒരുവിധം ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് മൂടി ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ പഫ്സിലും നമ്മളൊന്ന് ബ്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എയർ ഫ്രൈ അല്ല ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 മിനിറ്റ് വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കി. അപ്പോൾ അതാണ്ട് ഇതുപോലെയാണ് എൻ്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് എൻ്റെ മുട്ട പഫ്സിലെ മുട്ട വെളിയിൽ ചാടിയിരിക്കുകയാണ്. ആദ്യം കണ്ടപ്പോൾ ഒന്ന് ഞെട്ടി, കാരണം ഞാൻ പ്രതീക്ഷിച്ച മുട്ട പഫ്സ് ഇതല്ലായിരുന്നു. എന്നാലും ഇത് ഇങ്ങനെ പിന്നെ നമുക്കിങ്ങനെ ഒട്ടിച്ച് കൊടുക്കാനൊന്നും പറ്റില്ല. അത്യാവശ്യം നല്ല ഇത് കുക്ക്ഡ് ആയിട്ടുണ്ട് കേട്ടോ. ഒരു 20 മിനിറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ടുള്ള സംഭവമാണ്. ഒരു 15 മിനിറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് ഇങ്ങനെയായിരുന്നു നമ്മുടെ മുട്ട പപ്സ് നമുക്ക് കിട്ടിയത്. വളരെ നല്ലതായിട്ട് വിചാരിക്കുന്നുണ്ട് കേട്ടോ, ഒരു ചൂട് മുട്ട പപ്സ് കഴിക്കണം എന്നുള്ളത്. ഞാൻ യാസക്കൂടെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് എനിക്ക് നല്ല ചൂട് മുട്ട പപ്സ് വേണം എന്നുള്ളത്. ഒരു നിമിത്തം എന്ന് പറയട്ടെ, ഈ ഇടയ്ക്ക് നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ ഓരോ വീഡിയോസ് കണ്ടപ്പം ഇൻസ്റ്റാഗ്രാമിലാണെന്ന് തോന്നുന്നു കേട്ടോ, ഒരു വീഡിയോ കണ്ടപ്പോൾ ഇതുപോലെ
അതുപോലെ മുട്ട പപ്സ് നമ്മൾ ഏതും എയർ ഫ്രൈഡ് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ കണ്ടത്. അപ്പോൾ തന്നെ ഇത് ഉണ്ടാക്കണം എന്നുള്ളത് വിചാരിച്ചു. അങ്ങനെ നമ്മൾ മുട്ട പപ്സൊക്കെ ഉണ്ടാക്കിയെടുത്ത് നമ്മൾ ഇന്ന് പുറത്ത് പോയി നിന്നാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സൗദി വന്നിട്ടുള്ള സമൂസയും സാധനമൊക്കെ എടുത്തിട്ട് നമ്മൾ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. പക്ഷേ ഇത് കാണുന്ന ഒരു ലുക്കില്ലെന്നുണ്ടെങ്കിൽ ഈ മുട്ട പപ്സിൻ്റെ ടേസ്റ്റ് ഭയങ്കര അടിപൊളിയായിരുന്നു. നമ്മൾ കടയിൽ കിട്ടുന്ന സെയിം ടേസ്റ്റ്. മുട്ടയെല്ലാം കൂടെ എടുത്ത് പുറത്ത് ചാടിയെങ്കിലും ആ മസാലയൊക്കെ പുറത്ത് വന്നിട്ട് അതൊക്കെ നല്ല മുരിഞ്ഞ് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിരുന്നു കേട്ടോ സാധനം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.